എടാ ചന്ദ്ര, നീ പപ്പിനെ വിളിച്ചില്ലായിരുന്നോ? ഓ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ. അവള് അമ്മായിമ്മന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂന്നാ പറഞ്ഞേ. എന്തായാലും ഇവിടേക്ക് എത്തുമ്പം ഒരു 4-4:30 ആവും. ഓ അത് ശരി. അല്ല, ടിയക്കുട്ടിനെ കൂട്ടിട്ടല്ലേ വരുന്നേ? ആ അതെ അമ്മേ, കുട്ടീനെയും കൂട്ടിയാ വരുന്നേ. ഓ എത്ര ദിവസം കൊണ്ട് പറയാ എന്റെ ടിയക്കുട്ടി മാരിയമ്മൻ കോയിലിൽ ഉത്സവം വന്നാ വിളിക്കണേന്ന്. ഇപ്പഴാ അതിനൊരു അവസരം കിട്ടിയേ. എന്തായാലും സ്കൂളിൽ ലീവുള്ള ദിവസം തന്നെ ആയോണ്ടേ മക്കൾക്ക് അത് പ്രയാസമായില്ലല്ലോ. അതെ അതെ. അല്ല, ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? ഇവളെന്താ ചായ ഉണ്ടാക്കാൻ പോയതോ അതോ മേടിക്കാൻ പോയതോ? എടി സീതേ, സീതേ. അമ്മേ ഇനിയിപ്പോ എന്തിനാ ചായ? നമ്മള് അമ്പലത്തിലോട്ട് പോയല്ലേ, എന്തായാലും അവിടെ ചെന്നിട്ട് കഴിക്കുമല്ലോ. ഓഹോ, അപ്പൊ നിന്റെ പെണ്ണമ്പിള്ളേനെ പണി എടുപ്പിക്കരുതാണോ നീ ഇങ്ങനെ പറയാണ്ട് പറയുന്നേ? ഓ എന്റെ അമ്മേ, അങ്ങനെയല്ല. അവിടെ പോയി കഴിഞ്ഞാ എന്തായാലും കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ അമ്മ ചായ കുടിച്ചു കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാണ്ടിരുന്ന അത് മോശമല്ലേ? എല്ലാരും കഴിക്കുമ്പോ അമ്മയും കാണണല്ലോ കഴിക്കാനേ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. ഇനിയിപ്പോ നമുക്ക് ചായ കുടിക്കണില്ലേ? അമ്മ ചായ കുടിച്ചിട്ടല്ലേ വന്നോ? ഞാനൊന്നും പറയുന്നില്ലേ. ഓ ഇനിയിപ്പോ ചായ ഒന്നും വേണ്ടേ? എന്റെ ദൈവമേ. അല്ല, ഇങ്ങനെ നിന്നോണ്ടിരുന്നാൽ എങ്ങനെ? എല്ലാവരും വിളിക്കേ, നേരാവുന്നേ. നീ വിളിക്കാം. ഉണ്ണി, അനു, അപ്പുവേ, മാളു, കുഞ്ഞാറ്റെ, എല്ലാരും വരി. നീ റെഡിയായോ? അല്ല പിള്ളേരൊക്കെ എന്തേ? വിളിച്ചിട്ട് ഒരഴക്കും ഇല്ലല്ലോ. ഓ അത് പിന്നെ ഉണ്ണി അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം വരാന്ന് പറഞ്ഞ് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയതാ. പിന്നെ അനുവും മാളും അപ്പും കുഞ്ഞാറ്റൊക്കെ മിനിന്റെ വീട്ടിലേക്ക് പോയതാ. അവരെ കൂടെ വന്നോളാന്ന് പറഞ്ഞിട്ട്. ഓ അത് ശരി. എന്താ അത് ശരിയെന്ന്? നമ്മളെല്ലാരും കൂടി അമ്പലത്തിലേക്ക് എന്നല്ലേ പോന്നേ? പിന്നെ അവറ്റങ്ങൾ എന്തിനാ ഓരോരുത്തരുടെ കൂടെ കെട്ടിയെടുക്കുന്നേ? നമ്മൾ കൂടെ തന്നെ പോന്നാ പോരെ? അത് പിന്നെ അമ്മേ, മിനിന്റെ കൂടെയല്ലേ? മിനിന്റെ കൂടെ എന്ന് കരുതി എന്താ രണ്ട് കൊമ്പുണ്ടോ? പിള്ളേരെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്താൻ അറിഞ്ഞൂടാ. അവള് ന്യായീകരിക്കാൻ വന്നേക്കണേ. ഓ എന്റെ അമ്മേ, വേറെ ആരുടെ കൂടെയല്ലല്ലോ, മിനിന്റെ കൂടെയല്ലേ? അതന്നെ ചോദിക്കുന്നേ, എന്തിനെന്ന്? എല്ലാരും കൂടി അമ്പലത്തിലോട്ടല്ലേ പോകുന്നേ? പിന്നെന്തിനാ അവര് പ്രത്യേകിച്ച് മിനിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ അങ്ങോട്ട് പോരുന്നേ? എന്താ നമ്മൾ കൊണ്ടുപോയി അമ്പലത്തിലേക്ക് എത്തൂലേ? ഓ എന്റെ അമ്മേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരവിടെ എത്തിപ്പോയില്ലേ. ഇനിയിപ്പോ നേരിട്ട് അവർ അമ്പലത്തിലേക്ക് എത്തിക്കോളും. നമ്മളിനി സംസാരിച്ച് നേരം വൈകണ്ട. വേരി നമുക്ക് പോവാം. പപ്പിനൊക്കെ കൂട്ടാനുള്ളതല്ലേ. ഓ തള്ള വാ തുറന്നാ മതി, അപ്പൊ തന്നെ അടപ്പിച്ചോളും. ഓ എന്റെ ഈശ്വര, ഇതിനേക്കാളും ഭേദം പിള്ളേർക്കൊപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതായിരുന്നു. എന്തേ? ഓ ഒന്നില്ല അമ്മേ, നേരായിന്ന്. വേരി. അല്ല, എന്റെ പേഴ്സ് എവിടെ വെച്ചേ? സീതേ, അമ്മ പറഞ്ഞ കാര്യാക്കണ്ട. അമ്മന്റെ സ്വഭാവം നിനക്കെന്നെ അറിയാവുന്നതല്ലേ. ഓ പിന്നെ എന്തിനാടി മോനിങ്ങനെ വാടിച്ചു വെച്ചേക്കുന്നേ? അങ്ങ് ചിരിക്കുന്നേ. പോരാ പോരാ, എന്റെ സീതന്റെ ചിരി എനിക്ക് അറിയാവുന്നതല്ലേ. അങ്ങൊന്ന് മര്യാദക്ക് ചിരിക്കടി. എന്നാ വാ പോവാം. അമ്മേ, പേഴ്സ് കിട്ടിയോ? കിട്ടി. നിങ്ങൾ നടക്ക്, ഞാൻ വരുന്നേ. വേഗം വന്നേക്കണേ. ആടാ വരുന്നേ. ചേച്ചിയെ കഴിഞ്ഞോ? നിക്കടി ഒരു മിനിറ്റ്, ഈ ഐഷേഡും പാടി ഇടട്ടെ. ഒന്ന് വേഗം നോക്ക് ചേച്ചി, എത്ര നേരമായി? കഴിഞ്ഞു. മാളു, കുഞ്ഞാറ്റെ, കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞു ചേച്ചി. അശ്ശേ, ഇതെന്ത് കോലമാടി? എന്താ ചേച്ചി, എന്താ കുഴപ്പം? ആ കുഞ്ഞാറ്റിന്റെ മോന്ത നീ ഇതെന്തോന്ന് കാണിച്ചു വെച്ചേക്കുന്നേ? എന്താ കാണിച്ചു വെച്ചെന്ന്? ഞാൻ അവക്ക് ഇത്തിരി മേക്കപ്പ് അല്ലേ ഇട്ട് കൊടുത്തുള്ളൂ. ഇത്തിരിയോ?
ആർട്ടിസ്റ്റ് ആവും. അന്നേരം എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ നീയും ചേച്ചിയൊക്കെ അങ്ങ് വരി നിൽക്കും. എന്തിനെന്നറിയോ? എന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് മേടിക്കാൻ. അന്നേരം കാണിച്ചു തരുന്നുണ്ടോ ഞാനീ.